മുത്തിനെ ഒരുപാട് സന്തോഷായി അമ്മ. എന്നാലും അമ്മ, മുത്തിന് എന്താ സങ്കടം അറിയോ? ചെറിയമ്മക്ക് മുത്തിനെ തീരെ ഇഷ്ടല്ല. കണ്ണെടുത്ത് കണ്ടൂടാ. മണിക്കുട്ടിക്കും പോരാത്തതിന് ദുണ്ടു ഇല്ലേ ഇവിടെ, അവൾക്കും ഒന്നും എന്നെ ഇഷ്ടല്ല അമ്മ. മുത്തശ്ശനും അച്ഛനും മാത്രമേ എന്നെ ഇഷ്ടമുള്ളൂ അമ്മ. അച്ഛനില്ലേ, അവരുടെ ബാഗ് ഒക്കെ വാങ്ങി വെച്ചു. പഴയ ബാഗ് ഇട്ടിട്ട് പോയാ മതിയെന്ന് പറഞ്ഞു അവരോട്. അതിന്റെ ഒക്കെ ദേഷ്യം ഇനി ചെറിയമ്മ എന്നോട് കാണിക്ക. അമ്മക്ക് ഞാൻ പറയണത് വല്ലത് മനസ്സിലാവണുണ്ടോ അമ്മ? അമ്മ, ഫസ്റ്റ് ഡേ എല്ലാ കുട്ടികളുടെ രക്ഷിതാക്കളും സ്കൂളിൽ വന്നു. എല്ലാവരുടെയും അമ്മയെ വന്നത്. പക്ഷേ ഈ മുത്തിന് മാത്രം അമ്മയില്ലല്ലോ അമ്മ. സാരില്ലേട്ട അമ്മ, എന്റെ അമ്മ വിഷമിക്കണ്ട. എന്റെ അച്ഛനുണ്ടല്ലോ, എന്റെ അച്ഛനെ എന്നെ നല്ലപോലെ നോക്കുന്നുണ്ട്. ചെറിയമ്മയും മണിക്കുട്ടി ദുണ്ടും എന്നെ അച്ഛൻ അറിയാതെ ദ്രോഹിക്കുന്നത്. ഞാനെന്തിനാ എന്റെ സങ്കടമൊക്കെ അമ്മയോട് പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കുന്നത്, അല്ലേ? മുത്തേ, ചെറിയമ്മ, എന്താ എന്താ ചെറിയമ്മേ? ചോദിക്ക മമ്മി, ചോദിക്ക അവളോട്. പറ, നീ ഇന്ന് എന്റെ മണിക്കുട്ടിയെയും ദുണ്ടുവേനെയും നാണം കെടുത്തിയോ? ഞാനോ? കണ്ട മമ്മി, അവളൊന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നത് കണ്ടോ? അതെ ആന്റി, അപ്പാറും സെൽഫിക്കറും ഒക്കെ നന്നായിട്ട് കളിയാക്കി ഞങ്ങളെ. അവരുടെ ഒരു നോട്ടം കാണണമായിരുന്നു. മമ്മി, അവൾക്ക് നല്ലപോലെ കൊടുക്കും മമ്മി. അവളെ 4 എണ്ണം പൊട്ടിക്കണം. എന്തിനാ മണിക്കുട്ടി നീ ഇങ്ങനെ കള്ളം പറയുന്നത്? നീ എന്തിനാ ചെറിയമ്മയോട് എന്നെ കുറിച്ച് കള്ളം പറഞ്ഞു കൊടുക്കുന്നത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ മണിക്കുട്ടി. ദേ, സത്യമായിട്ടും ഞാനൊന്നും ചെയ്തില്ല ചെറിയമ്മേ. എന്നെ ഒന്ന് വിശ്വസിക്ക് ചെറിയമ്മേ. എന്റെ മക്കളെ ഇട്ട് കളിയാക്കിയതും പോരാ, പിന്നെ അവരെ ഇട്ട് നാണം കെടുത്തുന്നോ കള്ളിയാന്ന് വിളിച്ച് നീ? സത്യം പറയണേ, എന്റെ മക്കളാണോ കള്ളം പറയുന്നത്, അത് നീയാണോ? പറ, പെട്ടെന്ന് പറയാന്ന്. പെട്ടെന്ന് പറഞ്ഞോണം. ഇപ്പൊ ഇവിടെ നിന്റെ പൊന്നാര അച്ഛനില്ല. നിന്നെ ഞാൻ തീർത്ത് കളയും, നോക്കിക്കോ. സത്യം തന്നെയാ ചെറിയമ്മേ ഞാൻ പറയുന്നത്. ഞാൻ അവരെ കളിയാക്കിയില്ല ചെറിയമ്മേ. ആന്റി, സത്യമായിട്ടും കളിയാക്കി. അവള് സുൽഫിക്കറിനോട് പറയാ ഞങ്ങളുടെ ബാഗ് വാങ്ങി വെച്ചു, അവർക്ക് ബാഗില്ലാത്തത് കൊണ്ടേന്ന് അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അത് മമ്മി, അപ്പൊ ഞങ്ങൾ അവളെ തിരിച്ചു വിളിച്ചപ്പോഴാണ് അവള് വന്നത്. അതുവരെ സുൽഫിക്കറിനോട് അവള് നമ്മളെ കുറിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓ മമ്മി, ഞങ്ങളാകെ നാണം കെട്ടുപോയി മമ്മി. അവളും അപ്പൊ ആറുവിന്റെയും ആ സുൽഫിക്കറിന്റെ ഒക്കെ ചിരി കാണണം മമ്മി.
എന്താ അവിടെ ആലോചിച്ച് നിൽക്കുന്നത്? പെട്ടെന്ന് ഇറങ്ങടി. നിന്റെ പുന്നാര അച്ഛൻ വരുമ്പോഴത്തേക്കും നിന്നെ ഇവിടെ നിന്ന് കെട്ടിക്കണം. ഇവിടെ നിന്ന് മൂക്കറ്റം തിന്ന് തിന്ന് തടിച്ചു കൊഴുത്ത് അവൾക്കിപ്പോ എല്ലിന്റെ ഇടയിൽ കയറി. ഇപ്പൊ അവൾക്ക് കൂട്ടുകാരുടെ കൂടെ കൂടി എന്റെ മക്കളെ കളിയാക്കണം പോലും. അമ്മ, നമുക്ക് പോവാം അമ്മ. ഇനി എന്താ നീ നിന്ന് ആലോചിച്ച് സമയം കളയുന്നത്? മമ്മി അവളെ എങ്ങോട്ട് പോണമെന്ന് ആലോചിക്കുകയായിരിക്കും. മണിക്കുട്ടി, നിനക്ക് ഇങ്ങനെ ചെറിയമ്മയോട് പറഞ്ഞു കൊടുത്തൂടെ? ഞാൻ നിന്റെ കൂടെ പിറപ്പല്ലേ മണിക്കുട്ടി? കൂടെ പിറപ്പോ? നിന്റെ ശല്യം ഒന്ന് ഒഴിഞ്ഞിട്ട് വേണം മനുഷ്യൻ ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ. ദേ, നിന്റെ മുതലക്കണ്ണിനും കാട്ടി നിന്റെ അച്ഛൻ വരുന്നത് പോലെ ഇവിടെ തന്നെ നിൽക്കാനാ നിന്റെ ഭാവമെങ്കില് ദാ നോക്ക്, നീ എന്റെ ഇതുവരെ കാണാത്ത മറ്റൊരു മുഖം കൂടി ഇനി കാണും. ഞാൻ പൊക്കോളാം. എന്നാ സമയം കളയണ്ട, പെട്ടെന്ന് പോകാൻ നോക്ക്. ശരി അമ്മേ. ഇനി നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. പോ, വല്ല ട്രെയിനിലും കയറിപ്പോ. ട്രെയിനിൽ കയറി പാട്ട് പാടിയാ നിനക്ക് അന്നാന്ന് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കിട്ടും. നല്ല പാട്ട് പാടാൻ അറിയാലോ നിനക്ക്. വയറ്റത്തടിച്ച് പാട്ട് പാടടി. അപ്പൊ നിനക്ക് നല്ലപോലെ കാശ് കിട്ടും. വേണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്കൊരു പാട്ട് പാടി തന്നോ? അതെ അതെ, ഒരു പ്രാക്ടീസ് ആവുമല്ലോ നിനക്ക്. ഇനി നോക്ക്, ഞാൻ നിന്നെ ചൂലെടുത്ത് അടിക്കും. പോ, എന്റെ കൺമുന്നിന്ന് പോ. അങ്ങോട്ട് അണിഞ്ഞ് നടക്കടി. പെട്ടെന്ന് പോ ഈ പരിസരത്ത് നിന്ന്. ഓ, ഭക്ഷണം കഴിച്ച കൈകൊണ്ട് കോഴി കുഞ്ഞുങ്ങളെ ആട്ടുന്നത് പോലെ ഇവിടെന്താ ഇവിടെ മണപ്പിച്ച് മണപ്പിച്ച് നിൽക്കുന്നത്? മുത്തുച്ചേച്ചി, കല്ലു, നീ എന്താ മഴയത്ത്? മുത്തുച്ചേച്ചി, മുത്തുച്ചേച്ചി, ഞാനേ എന്റെ പുതിയ കോട കണ്ടോ? അത് കാണിച്ചു തരാന്ന് വന്നതാ. അയച്ചില്ലേ കാണാനേ? ശോ, ആ നാശം പിടിച്ച പിശാചിന് എഴുന്നള്ളം കണ്ടയുടെ സമയം. മമ്മി, ആ പെണ്ണിനെ ഒരു കല്ലെടുത്ത് എറിഞ്ഞ് ആട്ടി വിട്ടാലോ? ഓ, ഇപ്പൊ നോക്കിയാൽ നാണമില്ലാത്ത പെണ്ണ് ഇവിടെ തന്നെ ചുറ്റി തിരിഞ്ഞോണ്ട് നടക്കും. എത്ര ആട്ടി വിട്ടാലും ആ ജന്തുവിനെ പിന്നെ ഇങ്ങോട്ട് തന്നെ അയച്ചു വിടും. മമ്മി, അന്ന് നമ്മൾ ഒരു ദിവസം അവളെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചില്ലേ? അതുപോലെ അവൾക്കിട്ട് നല്ലൊരു പണി തന്നെ നമുക്ക് കൊടുക്കണം. അതെ ആന്റി, എന്നാലുള്ളൂ അവളെ ഇവിടേക്ക് പറഞ്ഞേക്കാതിരിക്കുള്ളൂ.